بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. സമീപ ദിവസങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിലെ മുഴുവൻ ആരവങ്ങളും ഒരു രാത്രിയുടെ നിമിഷാർദ്ധങ്ങളിൽ ജീവിതത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട പാവപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങളെ കുറിച്ചാണ്. ഇപ്പോഴും മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ മുഴുവനും വയനാടിനു വേണ്ടി ആർദ്രമായി ഇടപെടുന്ന വിശാല മനസ്കരായ ആളുകളെക്കുറിച്ചും അനുബന്ധമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതിയുടെ തോതുകളെക്കുറിച്ചും ഒക്കെയാണ്. ഇതിനിടയിലും ചിലർ ചില പൈശാചികമായി ഇടപെടലുകളെ പ്രത്യക്ഷപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ മഹത്വവുമില്ലെന്ന് തോന്നിച്ചു പോകും അവരുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ. മലയാള നാടിൻ്റെ മഹത്വവും മലയാളിയുടെ മനസാക്ഷിയും മനോഹരമായ ഭാഷയിൽ അതിനെ പുച്ഛിച്ച് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നതും അതിനോട് സമാന്തരമായി തന്നെ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, ആപത്തുകളും മുസീബത്തുകളും സംഭവിക്കുന്നിടത്ത് നമ്മൾ ഇടപെടുന്നതിൻ്റെ ആവശ്യകതകൾ, അതൊരു മഹത്തായ കർമ്മമാണെന്നും അത് നമ്മുടെ ഇബാദത്തിൽ ചേർക്കപ്പെട്ട കാര്യമാണെന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. അപകടത്തിൽ പെട്ടുകിടക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും നിന്റെ സേവന മനസ്കത അവിടെ ഉപയോഗപ്പെടുത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് നീതി, അതാണ് ന്യായം. വലാ യജ്രിമന്നകും ശനആനു ഖൗം അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ്. മറ്റൊരാളോടുള്ള വിരോധം അയാൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തിൽ നീ തടസ്സമായി അതിനെ പ്രത്യക്ഷപ്പെടുത്തല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. ആപത്തിൽ കിടക്കുന്ന ശത്രുവിനെ പോലും സഹായിക്കൽ നിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാവണം. നിന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യാൻ സന്നദ്ധരാവണം. പ്രത്യേകം ഒരു സമൂഹത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ മഹത്വത്തെ പറയേണ്ടതില്ല. കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് ഒഴുകുമ്പോഴും സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് ആഴ്ചകളായി അവിടെ സേവന നിരതരാകുമ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ സ്വന്തം ശരീരത്തിന് ക്ഷതവും അപകടങ്ങളും പറ്റിയിട്ട് അത് വകവയ്ക്കാതെ വീണ്ടും അതിലേറെ ആവേശത്തോടുകൂടെ അത് തുടരുമ്പോഴും ഒരു സമൂഹത്തിന്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. ആരാധനയുടെ ഭാഗമായി തന്നെ ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു ആർജവം ആ സമൂഹത്തിലുണ്ട്. മുസ്ലിമീങ്ങളുടെ ഇബാദത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സേവനങ്ങളെ മതം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ സുരക്ഷിതമായ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ നിരീക്ഷിക്കാൻ മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ പ്രിയപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലുകളും മയ്യിത്ത് നിസ്കാരങ്ങൾ ഏർപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിരീക്ഷണ ബോധത്തിൽ നമ്മളും സേവനത്തിൽ തന്നെയാണ്. കായികമായി കഴിയുന്നവർ അങ്ങനെ, സാമ്പത്തികമായി കഴിയുന്നവർ അങ്ങനെ, ആരാധനാപരമായി അതിൽ റബ്ബിന്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള ഇബാദത്തിന്റെ വഴികളിൽ അങ്ങനെ ആരും ഇതിൽ നിന്നും ഒഴിവാകുന്നില്ല എന്നത് ഇതൊരു സമൂഹത്തെ ബാധിച്ച പ്രശ്നമായി കണ്ടതിൽ നമ്മുടെ മതം എത്രമാത്രം
ആ വിഷയത്തിൽ ഇടപെടുന്നു, നമ്മുടെ മനസ്സാക്ഷി എത്രമാത്രം ഉണർത്തുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, തികച്ചും ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത് അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രഖ്യാപനമായതുകൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നഹലിന്റെ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നീതി ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ന്യായങ്ങൾ നടപ്പാക്കുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നന്മകൾ ചെയ്തു കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എത്ര മനോഹരമായ രീതിയിലാണ് ഈ ആയത്ത് ഇങ്ങനെ പോകുന്നത്. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരാൾ വിശകലനം ചെയ്താൽ തീരില്ല, അത്രയും അല്ലാഹു പറയാം. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദുർറുൽ മൻസൂറിൽ ഈ ആയത്ത് എടുത്തു വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്നുണ്ട്. മഹാപണ്ഡിതനായ മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയും ആബിദും മഹാപണ്ഡിതനുമായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രാജകീയമായ പ്രൗഢിയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാനല്ല, ഒരു വിദ്യാർത്ഥിയുടെ ലാഘവത്തിൽ മഹാപണ്ഡിതരുടെ മുന്നിൽ ചെന്നിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട് ഭരണാധികാരി, അള്ളാഹു നീതി നടപ്പാക്കാൻ കൽപ്പിച്ചു എന്നല്ലേ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ആയത്തൊന്ന് വിശകലനം ചെയ്തു തരുമോ? എനിക്കൊന്ന് കേൾക്കാൻ, എന്റെ മനസാക്ഷിയെ ഒന്ന് ഉത്തേജനം ചെയ്യാൻ. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് മഹാപണ്ഡിതനായ ഭരണാധികാരി ചോദിക്കുന്നതിൽ ഒരു വലിയ നാണത്തോടുകൂടെ പറഞ്ഞു, ബിഹ്, എന്തായി പറയുന്നത്? ഞാനിത് വിശദീകരിച്ചു തരാനോ? അങ്ങേക്കറിയില്ലേ? എന്നാലും ചോദിച്ചതല്ലേ. സഅൽത അൻ അംറിൻ ജസീം, വിശാല വിസ്തൃതമായ ഒരു വലിയ പ്രമേയത്തെ കുറിച്ചാണ് ഈ ആയത്തിന്റെ ശകലം സൂചിപ്പിച്ചുള്ളത്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ്. അങ്ങ് ചോദിച്ചത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു നന്മ കൊണ്ട് കൽപ്പിക്കാനും അള്ളാഹു നീതി നടപ്പാക്കാനും സ്നേഹം വിതറാനും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ ആയത്ത് എങ്ങനെ പ്രായോഗികമാക്കാം? അതേക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ എന്റെ മറുപടി ഇങ്ങനെയാണ്: കുല്ലി സഗീരിൻ നാസി അബൻ വലികബീരിഹിം ഇബ്ന. ഒരു സമൂഹത്തിലെ ചെറിയ മക്കൾ, പിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളുണ്ട്. അവരുടെ പിതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നീ ചെയ്യാ എന്നതിൽ നീ വ്യാപൃതരാവാ. അതാണ് ഈ ആയത്ത് പറഞ്ഞത്. ഇത് നമ്മളോട് ഓരോരുത്തരോടുമുള്ളതാണ്. 16 പേരൊരു കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി. ചില കുടുംബത്തിലെ കൊച്ചുമക്കൾ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വാചകങ്ങൾ, എനിക്ക് 4 മക്കളാ, 5 പ്രാവശ്യം ഞാൻ ഗർഭിണിയായിട്ടുണ്ട്, ഒരെണ്ണം അബോഷനായി. ആ അബോഷനായതും എന്റെ കുഞ്ഞായി തന്നെ ഞാൻ സങ്കല്പിക്കുന്നു. ഒരു ഹൈന്ദവ സഹോദരി പറയാം, വയനാട്ടിൽ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ തന്നാൽ എനിക്ക് ആ നഷ്ടപ്പെട്ട കുഞ്ഞിനെ വീണ്ടെടുക്കാൻ, എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ, എൻ്റെ ഇതുവരെ നിലക്കാത്ത നെഞ്ചുടിപ്പ് ഒന്ന് ശമിപ്പിക്കാൻ ഒരു കുഞ്ഞിനെ ആരെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ, ഞാനും എൻ്റെ ഭർത്താവും അവിടെ വരാം. വ്യക്തമായ ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു മതനിയമം ഉദ്ഘോഷിക്കുന്ന തത്വത്തിലോ അല്ല ഒരു സഹോദര സമുദായത്തിലെ സഹോദരി ഇത് പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതിനെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എന്ന മഹാപണ്ഡിതരായ ചക്രവർത്തിക്ക് ബോധ്യമുള്ളതിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കാം ഒരു മഹാനായ സൂഫിയെ കൊണ്ട്. മരിക്കുമെന്നത് സുനിശ്ചിതമായിരുന്നു. പ്രിയപ്പെട്ട പിതാമഹൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വല്ലുപ്പ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ പിതൃ പരമ്പരയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതൃപരമ്പരയിലെ ഒരു മഹാനായ വല്ലുപ്പയാണ് ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ. മരിക്കുമെന്നത് സുനിശ്ചിതമാണെന്ന് ബോധ്യമുള്ളതാണ്. എന്നാലും ഉമറെ നീ മരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ തുച്ഛമായ ശമ്പളത്തിന്റെ സിംഹഭാഗം മാറ്റിവെച്ച വല്ലുപ്പയെ
അനുധാവനത്തിന്റെ മാർഗത്തിൽ മുഴുവനും അനുകരിച്ച പ്രിയപ്പെട്ട പേരക്കുട്ടി പറയാ, ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണെന്നറിയാ, എന്നാലും എന്നെ ഒന്ന് ഉത്തേജിപ്പിക്കണേ. പിതാക്കളും മാതാക്കളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ പിതൃത്വം, ആ വാത്സല്യവും ഉത്തരവാദിത്വവും അങ്ങ് ഏറ്റെടുക്കണം എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ വലികബീരിഹിം ഇബ്ന, പ്രായമുള്ള ഉപ്പമാരുണ്ട്, പ്രായമുള്ള ഉമ്മമാരുണ്ട്. ഒരു പാതിരാവിലെല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായ കൈകൾ വിടർത്തിപ്പിടിച്ചുകൊണ്ട് അഭയം ചോദിക്കുന്ന അവരുടെ മൗനാവൃതമായ മുഖത്തിന്റെ 1000 വാചാലതയിൽ അവർക്ക് ഇനി വേണ്ടതൊരു മകന്റെ സ്വാന്തനമാണ് എങ്കിൽ, പ്രിയപ്പെട്ട ചക്രവർത്തി, അങ്ങ് ആകണം ആ മകൻ. അതാണ് ഈ ആയത്ത് പറഞ്ഞത്. അതൊക്കെ നമ്മോട് പറയുന്ന വാചകങ്ങളാ. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിൽ മിസ്ലി മിൻഹും അഖൻ, സമപ്രായക്കാരായ സഹോദരങ്ങൾ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുണ്ട്. തോളുരുമി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ കൂടെ പിറപ്പ് കൊടുക്കുന്ന ഒരണച്ചു പിടിക്കലിന്റെ ഒരു സ്നേഹമുണ്ടേ, അത് കൊടുക്കാൻ ഖലീഫയുടെ പദവിയിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് അങ്ങ് ഇടപെട്ടേ പറ്റൂ. അതാണ് ഈ ആയത്ത് പറഞ്ഞ അർത്ഥമെന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഖുറളി റളിയല്ലാഹു അൻഹു. ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട വിധവകൾ, പ്രിയപ്പെട്ട ഈ കാക്കമാര് നഷ്ടപ്പെട്ടിട്ടുള്ള പെങ്ങന്മാർ, അവരുടെ ആങ്ങളയാവണം എന്ന് ഖലീഫയോടെ പറയുന്നത്. ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് വൈക്കോല് കൊണ്ടുപോയി വിൽക്കലാ ജോലി. അങ്ങനെ ഉണ്ടല്ലോ, കണ്ടതല്ല എല്ലാവരും പോസ്റ്റ്. വൈക്കോല് വിൽക്കല എന്റെ ജോലി. ഒരു പിക്കപ്പ് വാഹനത്തില് ഏതെങ്കിലും കന്നുകാലികൾ ഈ പ്രളയത്തെ തുടർന്ന്, ദുരന്തത്തെ തുടർന്ന് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന തൊഴുത്തുകളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടേക്ക് ആവശ്യമുള്ള വൈക്കോല് ഞാൻ എത്തിച്ചു തരാം, അതിന്റെ ഫുൾ ചെലവ്. അമ്മിഞ്ഞ ഉറിഞ്ചു കുടിക്കുന്ന കുഞ്ഞിളം പ്രായക്കാരന്റെ റോസാപ്പൂവിന്റെ ദളം പോലെ ചുവന്നു തൊടുത്തു നിൽക്കുന്ന ചുണ്ടുകൾക്ക് മധുരം കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാ. ആലോചിച്ച് നോക്കണേ, മലയാള നാടിനൊരു മഹത്വമുണ്ട്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം നമുക്ക് ഒരു നന്മ വരുന്നോടത്ത് സത്യവിശ്വാസി മത്സരിക്കണം. ഒരു നന്മയുടെ ഗോധയിലേക്ക് ഇറങ്ങിയാൽ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കണേ. അങ്ങനെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ്. ഹുനൈൻ യുദ്ധത്തിന്റെ ഫണ്ട് ശേഖരിക്കുമ്പോ ചോദിച്ചു, ആര് എന്ത് തരും എന്ന്. സമ്പത്തിന്റെ 1/3 സ്വഹാബി വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാഹ്, സന്തോഷം, തക്ബീറുകൾ കൊണ്ട് സദസ്സ് ഏറ്റെടുത്തു. പിന്നെ ആരെന്ന് ചോദിച്ചപ്പോൾ സമ്പത്തിന്റെ 1/3 പറഞ്ഞ സ്വഹാബിയുടെ മുകളിൽ പിന്നെ പറഞ്ഞു സമ്പത്തിന്റെ പകുതി. അപ്പോഴുണ്ട് കൈകൾ വിറയ്ക്കുന്ന ഒരു സ്വഹാബി എവിടെയുണ്ട്? എന്റെ കയ്യിലുള്ളത്, എന്റെ വീട്ടിലുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ ദീൻ. ഉറക്കെ പറഞ്ഞു 3-ാം വട്ടം ഖുലൂ തക്ബീർ, അല്ലാഹു അക്ബർ. എല്ലാരും നോക്കി, കൈ വിറച്ചുകൊണ്ട് ഗദ്ഗദത്തോടുകൂടെ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ തരാം, എന്റെ വീട്ടിലുള്ളത് മുഴുവനും. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് വക്ക് പൊട്ടിയ ചട്ടിയും കീറി തുന്നം പാടിയ പുതപ്പും ഈ സദസ്സിൽ വിറ്റാൽ കിട്ടുന്നതെന്തോ അതാ എന്റേത് മുഴുവൻ. അതിനാണ് തൂക്കം കൂടുതൽ. വിശ്വാസിയുടെ ആർദ്രമായ മനസ്സ്, അതിന് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം അവാജ്യം എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരങ്ങളെ, ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. മഹാനായ ഈസാ നബിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില രീതികളുണ്ട്. ഇങ്ങോട്ട് ചെയ്യുന്നതേ അങ്ങോട്ട് ചെയ്യൂ എന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് മര്യാദയല്ല. അതിനെ മര്യാദ എന്നാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം. മര്യാദയുടെ നിർവചനത്തല്ല. നമ്മളോട് ഇങ്ങോട്ട് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നമ്മളും അങ്ങോട്ട് അല്ല. എന്താണ് അങ്ങനെ കൂടുതൽ സമയം ആ കല്യാണ വീട്ടിൽ കാണുന്നുണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ആയിരുന്നു അദ്ദേഹം, അങ്ങനെ ആയിരുന്നു എന്നതിന് തുല്യമായി ഇങ്ങനെ ആവണ്ട. അത് മതമല്ല.
മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് സൂറത്തുൻ നഹലിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈസാ നബിയുടെ ഒരു ഉദ്ധരണിയുടെ ഖബർ പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ലൈസൽ ഇഹ്സാൻ അൻ തുഹ്സിന ഇലാ മൻ അഹ്സന ഇലൈക തിൽക മുകാഫ. ഇങ്ങോട്ട് ചെയ്തതിന് തുല്യമായത് അങ്ങോട്ട് ചെയ്യുക എന്നത് ഒരിക്കലും നന്മയല്ല. തത്തുല്യം എന്ന് പറയുന്നത് നന്മയല്ല. നന്മ എന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന മാനദണ്ഡം ഇന്നമൽ ഇഹ്സാനു അൻ തുഹ്സിന ഇലാ മൻ അസാഅ ഇലൈക. നിന്നെ വേദനിപ്പിച്ചവനെ ചിരിപ്പിക്കുക, നിന്റെ ആർദ്രമായ ഇടപെടൽ കൊണ്ട് അവനെ സന്തോഷിപ്പിക്കുക, നിന്റെ സഹായം അവൻ പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്തൊരു അടി കിട്ടിയ പോലെ നിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ. അവന്റെ വീട്ടിലെ കുട്ടിക്ക് സുഖമില്ലാതായപ്പോ ആദ്യം ഇടപെട്ടതും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മുൻകൈയെടുത്തതും ആ വൈരാഗ്യം മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട് നീ അങ്ങ് ഇറങ്ങിച്ചെന്നാൽ ആശുപത്രിയുടെ വരാന്തയിൽ നിന്നോ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയും നിന്റെ സഹോദരൻ. ഇത് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നില്ല. അവിടെയാ നമ്മുടെ മതം നിൽക്കുന്നത്. മറ്റൊരാളുടെ വേദന നമ്മുടെ വേദന ആവണ്ടേ. സ്വർഗം കിട്ടാൻ ഇബാദത്ത് കൊണ്ടല്ല. ഒരാളുടെ വേദനയിൽ വേദന തോന്നുന്നവനെ സ്വർഗത്തിലേക്ക് മാടി വിളിച്ചു പരിശുദ്ധ റസൂൽ. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ സഹോദര, ഫലസ്തീനിലെ ഇസ്രായേലിന്റെ നരമേധത്തിന്റെ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വരുമ്പോൾ അതിന്റെ ചിത്രം കാണാൻ കഴിയാതെ കണ്ണുപൊത്തിയവരുണ്ട്. വാർത്തകളെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വായിച്ച് മെനക്കെടാതെ മാറി നിന്നവരുണ്ട്. എന്തേ? അത് വായിച്ചാൽ പൂർത്തിയാവില്ല. കാരണം ആ പ്രായത്തിലുള്ള മക്കൾ എന്റെ വീട്ടിലുണ്ട്. അതേ പ്രായത്തിന്റെ ആസ്വാദനം നടക്കുന്നുണ്ട് എന്റെ വീട്ടിൽ. ഒരു പെരുന്നാളിന് പോലും ഒരു ചിരിവിടരാത്ത ചുണ്ടുകൾ എന്ന് തോന്നിപ്പോകുന്നോടത്ത് നിർമ്മലമായ പുഞ്ചിരിയുടെ മനോഹാരിത ചിത്രങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഉള്ളിൽ കടിച്ചമർത്തിയ വേദനയുടെ ആഴം എത്രയാ വായിച്ചു പൂർത്തീകരിക്കാൻ കഴിയാതെ ആർദ്രമായ ഒരു ഹൃദയം പിടച്ചുകൊണ്ട് നമ്മൾ ആ പത്രക്കടലാസുകളെ മടക്കി വെച്ചു. ഒരാളുടെ വേദനയെ താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനൊരു മനസ്സുണ്ടോ? സ്വർഗത്തിലേക്ക് നിനക്ക് വേഗം പ്രവേശിക്കാം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി അൻ അമർ ഖാല സമിഅതുഹു യഖൂലു സമിഅതു നുഅ്മാൻ ഇബ്നു ബശീർ യഖൂലു ഖാല റസൂലുള്ളാഹി. ഒന്നുകൂടി ശഫീഉനാ റസൂലുള്ളാഹി തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം وتوادهم وتعاطفهم كمثل الجسد إذا استكى عضوا تداعى له سائر جسده بالسهر والحمى. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ എങ്ങനെയാണെന്നറിയോ? മുഅ്മിനീങ്ങൾ എങ്ങനെ ആവണം? ഒരു ശരീരം പോലെ ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു മുറിവ് വന്നതിന്റെ വേദന, ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു പൊള്ളലേറ്റതിന്റെ പുകച്ചിൽ, ശരീരത്തിന്റെ ഒരു ഭാഗം ചതഞ്ഞ് ചോര കല്ലച്ച് കിടന്നതിന്റെ നീറ്റലും പുകച്ചിലും ആ ശരീരത്തെ ആസകലം പനി ബാധിക്കും വിധം വേദനിപ്പിച്ച് ഉറക്കം കളഞ്ഞ പോലെ ഒരിടത്തിൽ ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവൻ നിറഞ്ഞു കവിയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് പനിയും അസ്വസ്ഥതകളുമായി കിടപ്പാടം നഷ്ടപ്പെട്ടവർ വീർപ്പുമുട്ടുമ്പോ വേർപാടിന്റെ വേദനയ്ക്കപ്പുറം കുഞ്ഞിളം പ്രായക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ രോഗികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ അവിടെയാണല്ലോ എന്ന ചിന്തയിൽ ഇവിടെ ഉറക്കം കളയുന്നവന്റെ യോഗ്യതയെ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതാണ് ഈമാന്റെ യോഗ്യത, അവരാണ് മുഅ്മിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സഹോദര, അങ്ങനൊരു മനസ്സ് നമുക്ക് ഇവിടെ പിടയാനുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് കേട്ടോളൂ.
عن أبي هريرة رضي الله عنه قال رسول الله തമാശകൾ പറയുന്നതല്ല, നമ്മൾ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. എപ്പോഴാ ഒരു സഹായം ചെയ്യലിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പൂർണ്ണമാവാ? സഹായം ലഭിക്കുന്നവൻ അതറിയാതെ പോകുമ്പോഴാണ്. സഹായം ലഭിക്കുന്നവൻ അതറിയാതെ പോകുമ്പോഴാണ്. മദീനയുടെ തെരുവിൽ ഒരു വിധവ പാതിരാവിൽ വെള്ളമെടുക്കാൻ വേണ്ടി ഒരു കൂറ്റൻ പാറ തള്ളിമാറ്റുന്ന അപൂർവമായ കാഴ്ച പാതിരാവിൽ ഒരു മനുഷ്യൻ കണ്ടു. ആ പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നിർലോഭം അങ്ങോട്ട് കടന്നു ചെന്നു. സഹോദരിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ സഹോദരിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. അദ്ദേഹത്തിന്റെ ദൃഢമായ കൈത്തണ്ടുകൾ കൊണ്ട് കൂറ്റൻ പാറയെ വലിച്ചു മാറ്റി യഥേഷ്ടം വെള്ളമെടുത്ത് പാത്രത്തിൽ നിറച്ചു. അത് തലയിൽ ചുമന്നു കൊണ്ടുപോവാൻ ധൃതി കൂട്ടിയ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോളൂ. ആ വീട്ടിൽ കുട്ടികൾ കരയുന്ന ശബ്ദം താഴെ കേൾക്കാം. അവൾ വീട്ടിലേക്ക് ഓടിച്ചെന്നു. കുട്ടി കരയുന്നത് കേട്ട്, വിശന്ന് കരയുന്ന കുട്ടി. ഈ മനുഷ്യൻ ആ വെള്ളപ്പാത്രം ചുമന്നുകൊണ്ടുവന്നവരുടെ വീട്ടിൽ വെച്ച് യാത്ര പോലും ചോദിക്കാതെ തിരിച്ചു പോന്നു. എന്നിട്ട് വീടിന്റെ പടി കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, രാവിലെ ഖലീഫ ഉമറിന്റെ ദർബാറിൽ സന്നിധാനത്തിൽ വന്നുകൊണ്ട് നിന്റെ സങ്കടം പറഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ട്. ആ പെണ്ണ് പിറ്റേ ദിവസം തേടിപ്പിടിച്ചു, ഖലീഫ എവിടെ? ആ പെണ്ണ് തേടിപ്പിടിച്ചെത്തിയ ഖലീഫയുടെ മുന്നിൽ വന്നുകൊണ്ട് പരിഹാരം പറയാൻ വരുമ്പോൾ പാതിരാവിന്റെ പരാവര വെളിച്ചത്തിൽ കണ്ട ആകാര ഭംഗിയിലും പ്രകാശമുള്ള മുഖത്തിലും താൻ കണ്ട ചിത്രമെന്തോ ആ ചിത്രമാണ് ഈ ഇരിക്കുന്ന ഖലീഫ. പടച്ചറബ്ബേ, ഇന്നലെ രാത്രി ആ പാറക്കെട്ട് മാറ്റിത്തന്ന് എനിക്ക് വെള്ളമെടുത്തു തന്ന മനുഷ്യനാണോ ഇന്ന് ഖലീഫയുടെ കസരയിൽ ഞാൻ കാണുന്നത്? കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുല്ലിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വീകരിക്കുന്നവൻ താൻ ചെയ്തത് അറിയണ്ട. ഏറ്റവും വലിയ ദുആ അസാന്നിധ്യത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ദുആ എന്ന് ഖാല റസൂലുള്ളാഹി. ഏറ്റവും വലിയ സദഖ ഏതാ? സ്വീകരിക്കുന്നവൻ അറിയാതെ നമ്മൾ ചെയ്യുന്ന സദഖയാഉ കമാ ഖാല റസൂലുള്ളാഹി. അങ്ങനെയെങ്കിൽ സദഖയുടെ ദിവസമായിന്ന് ഈ സദസ്സ് പാഴല്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ആഴ്ചയിൽ ഒരിക്കൽ ഖബൂലിയത്തുള്ള ഒരു സമയത്ത് റബ്ബ് വെച്ചിരിക്കുന്ന ഒരു വല്ലാത്ത പകലിന്റെ ഒരു വല്ലാത്ത സമയത്തിലാ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം. ജീവിതത്തിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്ന ഒരു സന്ദർഭം അള്ളാഹു നമ്മുടെ മുന്നിൽ തന്നിരിക്കും. ഇതൊക്കെ ആലോചിക്കണം. എവിടെയും എന്തുമാവാം. ഇന്ന സദഖത ലതുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മിതതസ്സൂ. കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ചയുടെ മഗ്രിബിന് ശേഷം ഒരു മീറ്റിംഗിൽ കുറെ ആലിമീങ്ങളും സമൂഹത്തിലെ പ്രമുഖരും മഹല്ല് പ്രതിനിധികളും ഒക്കെ ഉള്ളോടത്ത് ഒരു ആലിം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാ, ഇടുക്കി ജില്ലയാണ് ഏത് സമയവും ഭീതിജനകമായ ദുരന്തങ്ങളെ പ്രതീക്ഷിക്കേണ്ട ഒരു ജില്ല എന്ന്. അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നേരിയ ഭൂചലനം 90 വട്ടമുണ്ടായി എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നത് മുല്ലപ്പെരിയാറിന്റെ പരിസരത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആശങ്ക വേണ്ട എന്ന് ഏത് കൊത്തകളങ്ങളിൽ നിന്നുകൊണ്ട് ആര് പറഞ്ഞാലും സാധാരണക്കാരന്റെ ബോധം അത് സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന്റെ കോപത്തെ അണച്ചു കളയാൻ സദഖ കൊണ്ട് സാധിക്കുമെന്ന് കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുതുമതി.
വയനാട് ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പ്രഖ്യാപനങ്ങളാ വന്നിട്ടുള്ളത്. അത് എത്രത്തോളം പ്രായോഗികമാകും, അതിന് എത്ര സമയമെടുക്കും, ഓരോ ദിവസവും കൃത്യമായ അപ്ഡേഷൻ ഉണ്ട്. കേരളത്തിന്റെ വിജിലൻസ് വിഭാഗത്തിലെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു IPS കാരൻ, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത ദിവസം വയനാട്ടിലേക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സേവനം എനിക്കറിയാൻ കഴിഞ്ഞത്, വീട്ടുപകരണങ്ങൾ ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും പലരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടുപകരണങ്ങൾ, സ്വന്തമായ വീട് പ്രഖ്യാപിക്കപ്പെട്ടത് നടപ്പിൽ വരുമ്പോൾ അന്നും ഉപയോഗിക്കാൻ പറ്റിയ വീട്ടുപകരണങ്ങൾ, അത് ഇന്നും നാളെയും മറ്റന്നാൾ ആവശ്യമുള്ള സാധനങ്ങളല്ല. ഒരു നീണ്ട കാലം വേണം ആ നാടിനെ പുനഃസംവിധാനിക്കാൻ, സാധ്യമല്ല എന്നാലും അതിലേക്കുള്ള മനുഷ്യന്റെ പരിമിതമായ ഇടപെടലുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കാൻ വിധം കഴിയണമെങ്കിൽ തന്നെ കുറെ കാലം വേണ്ടി വരും. കൃത്യമായി സ്റ്റഡി ചെയ്ത് തന്നെ അവിടേക്കുള്ള സാമ്പത്തിക വിനിയോഗം നടത്തിയില്ലെങ്കിൽ, മീഡിയകളുടെ ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങൾ മറക്കുന്ന ഒരു സമീപഭാവി വരാനുണ്ട്. അടുത്ത് ഏതെങ്കിലും വരുമ്പോ അതിന്റെ പിറകെ അങ്ങോട്ട് പോകും. അപ്പൊ അല്ലാതെ അവിടെ കിടക്കും. ഇതങ്ങനെയല്ല, ഇതൊരു ഫർദ് കിഫയുടെ ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒരു വലിയ ലക്ഷ്യമാണെന്ന് പറയാനാ ഈ മഹോന്നതമായ ഒരു സമയത്തെ ഈ വാചകങ്ങളിലൂടെ ഉപയോഗിച്ചത്. തികച്ചും ഇതൊരു ആത്മീയ നിരീക്ഷണം മാത്രമാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തിലെ മദ്രസ സംവിധാനം എത്ര വലിയ ചടുലമായ രീതിയിലൂടെ പ്രക്രിയാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നു. ഈ മദ്രസ സേവനത്തിൽ വ്യാപൃതരായിട്ടുള്ള മുഅല്ലിമീങ്ങളുടെ ശമ്പളത്തിന്, അതിന്റെ ഒരു ദിവസത്തെ ശമ്പളത്തെ മാറ്റിവെക്കാൻ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന മുഅല്ലിമീങ്ങൾ ഒരു ദിവസത്തെ സാലറി അവർ മാറ്റിവെക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ബലം പിടിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇതിനൊക്കെ ഒരു ആത്മീയമായ വശങ്ങളുണ്ട്. ഒന്നും നമ്മുടെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ കൊടുക്കാൻ, അവിടെ അവതരിപ്പിക്കാൻ എന്തുണ്ടടാ നിന്റെ കയ്യിൽ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരു ഈത്തപ്പഴത്തിന്റെ കീറുകൊണ്ട് സദഖയിലൂടെ സാധ്യമായാൽ അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്നും നിങ്ങൾ അഭയം തേടണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. വെറുതെയല്ല ഇങ്ങനെ നമ്മൾ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഇരുന്ന് പിരിയുമ്പോൾ 40,000-ത്തിലധികം പണം നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. ഞാൻ പറയട്ടെ, തൊടുപുഴ താലൂക്കിലുള്ള മഹല്ലിലെ പ്രധാനികളും ഇമാമിയങ്ങളും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ചു വെച്ചിരിക്കാം, 50 ലക്ഷം രൂപയെങ്കിലും നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കണം. 50 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത്. പണമായി സ്വരൂപിച്ചാൽ അവിടെ ഏതെല്ലാം രീതിയിലും നമുക്കത് ഉപയോഗിക്കാം. എന്റെ പ്രിയമുള്ളവരെ, നിരാശപ്പെടുത്താൻ കഴിയൂല. ഒരു ബോംബ് തകർന്ന പോലെയല്ല, അല്ലെങ്കിലോ ഒരു പകർച്ചവ്യാധി പിടിച്ച പോലെയല്ല. ഒരു നാടിന്റെ രൂപം തന്നെ മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാം. ആ ഓർമ്മകള്, ആ ചിത്രീകരണങ്ങള് എത്ര മനോഹരമായി. ഞാൻ ഇങ്ങനെ അതിന്റെ വീഡിയോ വിഷ്വൽ കാണുമ്പോൾ സബ് നാടിനെ അള്ളാഹു നശിപ്പിച്ച ദുരന്തത്തെ കുറിച്ച് പറഞ്ഞ ഖുർആന്റെ ആയത്തുകൾ ഓർത്തുപോയി. സബ് നാട് അത്ര മനോഹരായിരുന്നു. ഈ രീതിയിൽ ഒരു നാടിനെ അള്ളാഹു അങ്ങോട്ട് ഇല്ലാതാക്കി. എവിടെയും സംഭവിക്കാം. അവിടെ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മറ്റിടങ്ങളിൽ അള്ളാഹു കാവൽ തരും. ഭൂമിയിൽ ചില പ്രഹരങ്ങൾ ചിലത് പഠിപ്പിക്കാനുള്ളതാണ്. ഒരുപാട് പേര് കഴിഞ്ഞ ആഴ്ച അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്വലാത്ത് ചിലവർക്ക് വേണ്ടി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട വയനാട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കൈനീട്ടിയപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ അതിൽ സഹകരിച്ചു തമ്പുരാനെ. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ അതിലേക്ക് 10,000 രൂപ തന്നു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ, ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അതൊരു ജാരിയായ സദഖയായി എത്തിക്കണേ അല്ലാഹ്. വിദ്യാഭ്യാസ യോഗ്യതയുള്ള, അതിനുവേണ്ടി അർഹതയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പഠന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അൽ-അസ്ഹർ കോളേജിലെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ റബ്ബേ, ആ സേവനത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഒരു വിധവയായ സഹോദരി അടുത്ത കാലത്ത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടത്, അവരെ കൊണ്ട് കഴിയുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിലെ സംഖ്യയിലേക്ക് അവരും വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്തിട്ടുള്ള സംഖ്യകൾ ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് ഒരു സവാബിന്റെ പ്രവാഹമാക്കണേ അല്ലാഹ്. ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അല്ലാഹ്. സാമ്പത്തികമായി കഴിയാത്തവരാ അല്ലാഹ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു വീട് വെക്കുന്നോടത്ത് ആ ചുവരുകളിൽ റബ്ബേ തേച്ചു പിടിപ്പിക്കുന്ന സിമന്റിൽ എന്റെ ഒരു ഭാഗം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അതിനുള്ള വക ഞങ്ങളിൽ നീ എത്തിക്കണമല്ല. തികച്ചും ഒരു ജാരിയായ സദഖ അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൃത്യമായി എത്തിക്കുന്ന സംവിധാനം അല്ലാഹുവേ, കൂട്ടായ ശ്രമങ്ങൾ ഒരുപാട് മഹല്ലുകളിലെ ഇമാമിങ്ങളുടെ ശ്രമങ്ങളാണ്. ഒരുപാട് മഹല്ലിലെ സേവന സന്നദ്ധരായ കമ്മിറ്റി സഹോദരങ്ങളുടെ പ്രവർത്തനമാണ്. നീ വിജയിപ്പിക്കണേ അല്ലാഹ്.